യോഗ്യൻ, തറവാടി, ഇവനാണ് അച്ഛ. സ്വയം പുകഴ്ത്തല്ല ഗോവിന്ദാമേ, ഭരണി പൊട്ടിപ്പോവും. എടോ, ഗോവിന്ദ പിഷാരടിയുടെ അച്ചാറെന്ന് പറഞ്ഞാൽ എന്താ നീ ഉദ്ദേശിക്കണത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേന് 4 പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ, നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ട് വീഴും ഈ അച്ചാറ് കഴിച്ചു. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. എടി പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടനെന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാവടോ ഭരത. നമ്മുടെ കുട്ടി നാളത്തരം കഴിഞ്ഞാൽ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ. ഒന്ന് ഇളകി മറിയടോ താൻ. ആരാ പ്രഭാര ഇവരൊക്കെ? ഭാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇതച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇതാ മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ, വേണച്ച വല്ല സംസാരിക്കുക, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ശാരദി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജ സ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിതമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകനെ? പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി ഈ നീജന്റെ വീടാണിതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. ഭരത, കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു മേലെ നീക്കണം, നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ? വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണായിരുന്നു. നീ ഇതിനെ അങ്ങോട്ട് കൊല്ലടാ. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ. സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ വെള്ളരിക്ക പട്ടണ? പ്രഭാകര, എന്താ അവിടെ ബഹളം? നമ്മുടെ കിണറ്റിൽ ആരോ വീണിരിക്കണു. അയ്യോ ഭഗവതി! കാല് തെറ്റി വീണായിരിക്കും അല്ലേ രാവണിയാര്? ആൾമറുള്ള കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാ? വിട്ടിത്തരം പറയാതിരിക്കുമോ? നീന്താൻ അറിയോ ശാരടി മാഷിന്? ഗംഗാനദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ എൽക്കി പൊട്ടക്കിണറ്? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ്ങ വരും. അപ്പനാവാ എവിടെ? കയറെവിടെ?
പോയി ഗോവിന്ദ മാമേ, നമ്മുടെ കുട്ടി. ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ. അമ്മ പറഞ്ഞ പോലെ കിണറ്റിൽ ചാടിയവള്. ഇതാരായി നിക്കണെന്ന് കണ്ണു വീഴ്ച നോക്ക് ഭരത. ഭാമ. അപ്പൊ ആരാ കിണറ്റിൽ ചാടിയേക്കണേ? ചത്തുപോയ നിന്റെ അച്ഛനെ ഇരിങ്കണ്ണൂർ നാരായണ പിഷാരടി. എടാ വിദ്യാസുര, കഞ്ചാവ് അഴിച്ച കിണറ്റിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി വരെ തോന്നും. ഇങ്ങോട്ട് കേറി വാ, നീ വച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി ഞാൻ അവസാനിപ്പിക്കും. മാഷേതാ പതുക്കെ സൂക്ഷിച്ച. അതൊന്നും എടുക്കരുത്. ഇങ്ങോട്ട് തരാം. ഇങ്ങോട്ട് തരാം. എടുക്കരുതെന്ന്. ഇവിടെ തരാൻ. ചങ്ങലക്കിടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്ന് വഴുതി പോവില്ലേ, അതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് വഴുതി പോവാ, അത്രേ ഉള്ളൂ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. ഒക്കെ ഒരു ജാട ഈ അപ്പോത്തിക്കിരിമാരുടെ. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കയറ്റിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ. കഞ്ചാവ് വലിക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഞാനത് വലിച്ചിട്ടില്ല. മനസ്സ് പാളിപ്പോവാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ കാണിച്ചൊരു സൂത്രമായിരുന്നത് ഒരു ചുരുട്ട്, ഒരു പാവം ചുരുട്ട്. വെറുതെ അതിങ്ങനെ കത്തിച്ച് വലിക്കുക. എപ്പോഴാ കുട്ടിയെ നിനക്ക് ഈ വയ്യായ തുടങ്ങിയത്? ഗോവിന്ദ മാമയ്ക്ക് എന്നാ മീശ മുളയ്ക്കാൻ തുടങ്ങിയത്? കൃത്യമായൊരു ഉത്തരം തരാൻ പറ്റുമോ? അതുപോലെ എപ്പോഴോ ഒരിക്കൽ, എന്നോ ഒരിക്കൽ, ഒരു കാലഗണന ഇല്ല അതിന്. ഗോവിന്ദ മാമേ, സഹിക്കാൻ പറ്റാതായപ്പോഴാ കീഴ്പള്ളി നാരായണൻ നമ്പീശന്റെ കാൽക്കൽ ഞാൻ അഭയം പ്രാപിച്ചത്. വേണച്ച പിടിച്ചോളാം ഈ കാലും. എന്താ മാഷേ ഇത്? എന്റെ പെങ്ങളുടെ ജീവിതം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഈ മാതിരി വിട്ടിത്താ പറയാ? ഒന്നുമില്ലെങ്കിൽ 4 അക്ഷരം പറഞ്ഞു തന്ന എന്റെ ഗുരുസ്ഥാനം ഇപ്പോഴും കൊണ്ടു നടക്കണ്ട എന്റെ മനസ്സിൽ. അത് വിട്ടിട്ടുള്ള കളിയില്ല പരമേശ്വരന്. എന്താ വേണ്ടത്? എന്റെ ഷാരടി മാഷ്ക്ക് എന്താ വേണ്ടത്? ചോദിക്കേണ്ട താമസേ ഉള്ളൂ. പരമേശ്വരൻ്റെ അടി എപ്പോഴാ എവിടെ വെച്ച് അവളുടെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടേണ്ടത്? പറയാ എന്റെ മാഷ്. വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ നാളെ തന്നെ കാറൽ മണ്ണയ്ക്ക് അയക്കാം. അവരൊക്കെ ചേർന്നെടുക്കട്ടെ തീരുമാനങ്ങളൊക്കെ. എന്താ പരമേശ്വര? ഒക്കെ മാഷിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ആമേ, അമ്മേ, ആമേ, പറഞ്ഞില്ലേ ആർക്കും ഒന്നും പഴച്ചിട്ടില്ലാന്ന്. ഒക്കെ ശരിയാവുന്ന ഞാൻ ശരിയാക്കുന്ന. ശരിയായി, ശരിയാക്കി. ഇനി ആരും സങ്കടപ്പെടണ്ട, ആരും ശപിക്കണ്ട. നീ എന്താ പറയണതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഭരത. ശരി, ഞാൻ പറയണതും പ്രവർത്തിക്കുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ല. അതെന്റെ വിധി. അതുപോട്ടെ, നാളെ തന്നെ അമ്മ ഗോവിന്ദ മാമയെ കൂട്ടി കാറൽ മണ്ണയ്ക്ക് പോണം. നടക്കും നമ്മുടെ ഭാമയുടെ കല്യാണം. ഭ്രാന്ത് പറയല്ല, സത്യം ഞാൻ പറയണേ. ആ ശങ്കരൻകുട്ടി മാഷിന്റെ മോന്റെയും കാല് പിടിച്ച് കാര്യം ഞാൻ ഒപ്പിച്ചെടുത്തു.
എന്നെ വിശ്വസിക്കണ്ട അമ്മ. വലിയ വേദാന്തിയല്ലേ, വലിയ അറിവുള്ള ആളല്ലേ, മരിക്കാനുള്ള വല്ല മന്ത്രോ പറഞ്ഞു തരാൻ അറിയോ എന്റെ മാഷിന്? വേദനിക്കാൻ വയ്യ, കിടന്ന് പെടയാൻ വയ്യ. മാപ്പ്, എല്ലാ തെറ്റിനും എല്ലാ മഹാപാപങ്ങൾക്കും മാപ്പ്. ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ല മോളെ ഞാൻ. എല്ലാം അറിയാം ഈശ്വരന്, എല്ലാം. ഇടയ്ക്കൊക്കെ ഇത്തിരി കരയിച്ചു വെച്ചാലും കൈവിടില്ല അദ്ദേഹം നമ്മളെ. എന്താ വിളിച്ചത്? ഒന്നൂടെ വിളിക്കേ, ഒന്നൂടെ അങ്ങനെ വിളിക്കും മീര. ജഗദ്ഗുരു ശങ്കരാചാര്യരെ, അച്ഛൻ എണീറ്റെന്നാ തോന്നുന്നേ. വരാം, പിന്നെ വരാം ഞാൻ. എന്റെ വീട് ഈ കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലം ഉഗാണ്ടയിലാണോ? കാലത്ത് പോയ ഗോവിന്ദമ്മാമയെ അമ്മയെ പ്രഭാകരൻ ഇതുവരെ തിരിച്ചെത്തിയില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ? എവിടെ പോയി കിടക്കുന്നു ഇവര്? ആകെപ്പാടെ മനസ്സിനൊരു സമാധാനം തോന്നുന്നില്ല. ഏട്ടൻ എന്തിനെങ്ങനെ വെപ്രാളപ്പെടണേ? അവര് വന്നോളും, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണ്ടേടാ. ആ ശങ്കരൻകുട്ടി മാഷ് ഇടഞ്ഞോന്ന് എനിക്ക് പേടി. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണ് അയാള്. ഇക്കുറി വാക്ക് മാറിയാ കുത്തി കീറി കുടലെടുക്കും ഞാൻ. വേദാന്തം മാത്രമല്ല, വേണ്ടി വന്ന ഇത്തിരി പോക്രിത്തരോ എനിക്കറിയാതെ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. അല്ല എന്താ 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 ഉണ്ടായത്? എന്താ ഉണ്ടായെന്നാ ചോദിച്ചേ? നീയെങ്കിലും ഒന്ന് കാര്യം പറ പ്രഭാകര. സമ്മതമല്ലേ അവർക്ക് ഈ കല്യാണത്തിന്? സമ്മതാണ്. പിന്നെ ആ ചടങ്ങില്, ആ പന്തലില് നീ ഉണ്ടാവാൻ പാടില്ല അത്രേ. ശഠിച്ചു പറഞ്ഞു ശങ്കരൻകുട്ടി മാഷ്. ആ ഇത്രയുള്ള കാര്യം ഞാൻ ഉണ്ടാവില്ല, ഞാൻ നിക്കണില്ല. നമ്മുടെ കുട്ടിക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല വെച്ചാലും ഞാനിവിടെ ഉണ്ടാവില്ല. എന്താ പോലെ ഗോവിന്ദമാമേ? വേണ്ട, എന്റെ ഏട്ടനില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. എന്റെ ഏട്ടൻ പങ്കെടുക്കാൻ പാടില്ലാത്തൊരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, അങ്ങനെ ഒന്നും പറയരുത്. ഏട്ടനെ വേദിച്ചിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. സമ്മതിക്കില്ലേ ഞാനതിന്? ഞാൻ പറയണത് കേൾക്കണം എന്റെ മോള്. വാ, ആ വിദ്യാസുരൻ ശങ്കരൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിട്ട് ഇല്ലാണ്ടായി പോണതാണോ ഞാനും നീയും തമ്മിലുള്ള രക്തബന്ധം? സമ്മതിക്കണം, ഏത് നിമിഷവും പാളം തെറ്റിയേക്കാവുന്ന ഒരു മനസ്സാണ് ഈ ഏട്ടൻ്റെത്. അത് നീ മറക്കരുത്. ഈ കല്യാണത്തിന് എന്റെ മോള് സമ്മതിക്കണം, സമ്മതിക്കണം, സമ്മതിക്കണം.